ട്രംപ് അണ്ണനെ ഇന്നലെ തീർക്കാൻ നോക്കിയ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നെതന്യാഹുവും അതുപോലെ നരേന്ദ്രമോദിജിയും എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അതിനു മുൻപായി ആ ഷൂട്ട് ഔട്ട് നമുക്കൊന്ന് കാണാം. അതായത് അവിടുന്ന് ട്രംപിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന വിഷ്വൽസ് ആദ്യം കാണാം. ഓക്കെ, അതായത് ഇവാക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രംപ് വീഴുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവിടുന്ന് ട്രംപിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതായത് അസാസിനേഷൻ ഫെയിൽ ആയിട്ടുണ്ട്, അതായത് ട്രംപിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ച് നെതന്യാഹു പറയുന്ന വീഡിയോ ഒന്ന് കാണാം. כמוכם, גם אני ורעייתי הזדעזענו לשמוע על הניסיון החוזר לרצוח את הנשיא טראמפ ואת רעייתו. אנחנו שמחנו שניהם יחד עם בכירי הממשל האמריקני יצאו ללא נגע. אין מקום לאלימות, לא נגד מנהיגים פוליטיים ולא נגד אף אחד. നെതന്യാഹു പറയുന്നത് കേട്ടല്ലേ, നിങ്ങളെപ്പോലെ ഞാനും എൻ്റെ വൈഫൊക്കെ ഷോക്കായി, എന്തായാലും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ്. അത് മാത്രമല്ല, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്, ദർ ഈസ് നോ പ്ലേസ് ഫോർ വയലൻസ്, നോട്ട് അഗനിസ്റ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആൻഡ് നോട്ട് അഗനിസ്റ്റ് എനി വൺ എന്നാണ് പറഞ്ഞത്. അതായത് വയലൻസിന് ഇവിടെ പ്ലേസ് ഇല്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ആരാണ് പറയുന്നത്? നെതന്യാഹു. അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുള്ള നെതന്യാഹു ആണ് ഇത് പറയുന്നത്. കാലത്തിൻ്റെ ഓരോ പോക്കെ. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മളുടെ നരേന്ദ്രമോദിജി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 2 വാക്കുകൾ. എന്നാൽ ഒരു 3-4 ദിവസം മുൻപ് ഇന്ത്യ ഒരു നരകമാണെന്ന് പറഞ്ഞു ട്രംപ്. ആ സമയത്ത് ഇയാൾ വാ തുറന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതാ വാ തുറന്നിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നല്ലേ? Relieved to learn that the President Trump and the First Lady and the Vice President are safe and unharmed following the recent security incident at a Washington DC hotel. I extend my best wish for their continued safety and well-being. Violence has no place in the democracy and must be unequivocally condemned. അതായത് അവർ പറഞ്ഞ, അതായത് നമ്മളുടെ നരേന്ദ്രമോദിജി പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. അതായത് ഡെമോക്രസിയിൽ ഒരിക്കലും ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇന്ത്യയിലാവട്ടെ അല്ലെങ്കിൽ US-ലാവട്ടെ, എവിടെ ഇപ്പോൾ എല്ലായിടത്തും ഡെമോക്രസിയാണോ നടക്കുന്നത്? അല്ല, ഡെമോക്രസിയൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ ഡെമോക്രസി ഒന്നുമില്ല. ഡെമോക്രസിയിൽ RIP ആണ്. എന്ത് ഡെമോക്രസിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്? ആ ആളാണ് ഡെമോക്രസിനെ പറ്റി സംസാരിക്കുന്നത്. പല ഘട്ടത്തിലായി ഇന്ത്യയെ ട്രംപ് അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇയാൾക്കൊരു പ്രശ്നമല്ല. ഇയാൾക്ക് പ്രശ്നം എന്ന് പറയുന്നത് ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചിരുന്ന അയ്യോ മൈ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അതാണ് നമ്മളെ ട്രംപ് അണ്ണൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഡെമോക്രസി, എന്ത് ഡെമോക്രസിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്? ഇലക്ഷനൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ് എന്താണ് അവസ്ഥ എന്ന്. ഇലക്ഷൻ്റെ ഒക്കെ